ഹലോ, നല്ല നമസ്കാരം. ധനുഷ് നായനെത്തിയ കര 90കളുടെ കാലഘട്ടം. 1991 ഗൾഫ് യുദ്ധകാലത്തിൽ രാമനാഥപുരത്ത് പശ്ചാത്തലമാക്കിയാണ് സിനിമ വികസിക്കുന്നത്. മോഷണം തൊഴിലാക്കിയ കര എന്ന് വിളിക്കപ്പെടുന്ന നായകൻ ആ തൊഴിൽ മോഷണം എന്ന് പറയുന്ന കല ഉപേക്ഷിച്ച് മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തന്റെ അവസാനത്തെ മോഷണത്തിനിടയിൽ അയാൾ പിടിക്കപ്പെടുകയാണ്. മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറി വരികയാണ്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വിവാഹിതനായി തിരിച്ചെത്തുകയാണ് നാട്ടിലേക്ക്. തന്റെ ഗ്രാമത്തിലെയും കുടുംബത്തിലെയും ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം വീണ്ടും അദ്ദേഹം ഒരു ബാങ്ക് മോഷണം നടത്താൻ നിർബന്ധിതനാകുകയാണ്. ഈ മോഷണത്തിനിടയിൽ അദ്ദേഹത്തെ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട സിനിമ മൊത്തത്തിൽ മാറി മറിയുകയാണ്. 90കളിലെ സാമൂഹിക സാഹചര്യങ്ങളെയും കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെയും ചിത്രം വളരെ ഗൗരവമായി സമീപിക്കുന്നുണ്ട്. ഗൾഫ് യുദ്ധകാലം കാരണം ഇന്ധനവില വർദ്ധിച്ചതും അത് സാധാരണക്കാരെ ബാധിച്ചതും കഥയുടെ പശ്ചാത്തലത്തിൽ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. കൂടാതെ ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ സിനിമയിലെ പ്രധാന വൈകാരികമായ ഘടകമായി മാറുകയാണ്. ധനുഷ് എന്ന് പറയുന്ന നടൻ പതിവ് പോലെ അദ്ദേഹത്തിന്റെ പക്വതയും റിയലിസ്റ്റിക്കുമായിട്ടുള്ള പ്രകടനത്തോടുകൂടി അദ്ദേഹത്തിന്റെ അഭിനയ മികവ് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹം വളരെ നിസ്സംഗനായിട്ടും വീര്യം നിറഞ്ഞ മനുഷ്യനുമായിട്ടും ഒക്കെ അദ്ദേഹം തകർന്നാടി എന്ന് തന്നെ പറയാം. പിന്നെ ഇതിന്റെ വിഘ്നേഷ് രാജ് എന്ന് പറയുന്ന സംവിധായകൻ ഒരുക്കിയ അദ്ദേഹത്തിന്റെ മേക്കിംഗ് ശൈലി വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അനാവശ്യമായ ഘടകങ്ങൾ ഒഴിവാക്കി മെയിൻ പ്ലോട്ടിലേക്ക് തന്നെ കഥയെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. ജയറാം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു മാനേജറുടെ വേഷത്തിലാണ് എത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ ഗംഭീരമായിട്ട് തോന്നി. സുരാജ് വെഞ്ഞാറമൂടാണ് വളരെ ബുദ്ധിമാനായിട്ടുള്ള, ചിലപ്പോൾ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന പോലീസ് ഓഫീസറുടെ വേഷം വളരെ ഗംഭീരമായിട്ട് ആകർഷകമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസൻസ് സിനിമയിൽ ഒരു പ്രത്യേക ഇതായിട്ട് എനിക്ക് തോന്നി. മമിതയുടെ സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ്, പക്ഷേ കിട്ടിയ വേഷം മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KS രവികുമാർ അച്ഛൻ വേഷത്തിൽ അദ്ദേഹവും വളരെ ഗംഭീരമായിട്ട് തന്നെ രംഗപ്രവേശനം ചെയ്ത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറും ഗംഭീരമാക്കി. ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ ഒരു ലക്ഷ്യവും പരിസമാപ്തിയും നൽകാൻ സംവിധായകന് സാധിച്ചു എന്നതാണ് ഈ സിനിമയുടെ വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. സിനിമയുടെ തുടക്കത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുപക്ഷെ നമ്മളെ നന്നായിട്ട് തന്നെ മികച്ചൊരു സ്റ്റാർട്ടിങ് നൽകാൻ സഹായിക്കുന്നുണ്ട്. ബാങ്ക് ആ ഒരു മോഷണ സമയത്ത് ഉദ്യോഗമായിട്ടുള്ള കുറെ നല്ല നിമിഷങ്ങൾ, നല്ലൊരു സീറ്റ് എഡ്ജ് പെർഫോമൻസ് അവിടെ ഉണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ രംഗങ്ങളും സിനിമയുടെ നമ്മളെ ഹുക്ക് ചെയ്യുന്ന രീതിയിലാണ് സഹായിച്ചിട്ടുണ്ട്. സിനിമയുടെ ഛായാഗ്രഹണം നോക്കുമ്പോൾ തേനീശ്വരൻ ആണ് രാത്രി ദൃശ്യങ്ങളെയും അതോടൊപ്പം തന്നെ സിംഗിൾ ഷോട്ടുകളെയും വളരെ മനോഹരമായിട്ട് അദ്ദേഹം ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ട്. GV പ്രകാശിന്റെ സംഗീതം സിനിമയുടെ വേഗതയ്ക്ക് അതോടൊപ്പം തന്നെ ഉദ്യോഗവുമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള പശ്ചാത്തല സംഗീതം അദ്ദേഹവും GV പ്രകാശും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ലാഗ് ഉണ്ടെങ്കിൽ പോലും എഡിറ്റിംഗും ഗംഭീരമാകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ വിമർശനങ്ങൾ നോക്കുമ്പോൾ ഗ്രാമത്തിലെ നിഷ്കളങ്കനായിട്ടുള്ള നായകൻ, മണ്ണിനും കൃഷിക്കും വേണ്ടി പോരാടുന്ന അച്ഛൻ, കുടുംബത്തിന്റെ ദാരിദ്ര്യം, നായകൻ രക്ഷകൻ ഇമേജ്, ആ ധനുഷിന്റെ കുറെ ചിത്രങ്ങളുണ്ടല്ലോ, രായൻ, അസുരൻ, കർണൻ, ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഇഡലിക്കട, അങ്ങനെയുള്ള എല്ലാ സിനിമകളുടെ നാറ്റം അടിച്ചിട്ട് വാടടിച്ചിട്ട് മൂക്ക് പൊത്തി. ഒരു ഹോസ്റ്റ് ത്രില്ലർ നിലയിൽ തുടങ്ങിയ സിനിമ പകുതിക്ക് ശേഷം ആ തമിഴന്റെ തനി സ്വഭാവം കാണിച്ചു. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ട് കച്ചറയാക്കി. നായകനൊരു ബാങ്ക് മോഷണം നടത്താൻ തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതത്ര കൺവിൻസിങ് അല്ല. ഒരു പ്രശ്ന പരിഹാരത്തിനായി ഒരുപാട് വഴികളുള്ളപ്പോൾ ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു സാധനം കഥയുടെ ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ സ്വാഭാവികതയെ നശിപ്പിക്കുകയാണ്. അതോടൊപ്പം 90കളിലെ പശ്ചാത്തലത്തിൽ ശരിയാണ്, സാങ്കേതിക വിദ്യയുടെ കുറവുണ്ട്, ശരിയാണ്. പക്ഷേ പലയിടത്തും പോലീസ് നായരെ പിടിക്കാൻ കാണിക്കുന്ന ആ ഒരു നിസ്സംഗതയുണ്ടല്ലോ, അത് ലോജിക് പരമായിട്ട് നമുക്ക് പറ്റുന്നില്ല. വില്ലനും നായകനും ഒരേപോലെ ചിന്തിക്കുന്നു, ഒരേ നിഗമനത്തിൽ എത്തുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അത് സംവിധായകന്റെ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയ ഒരു തിരക്കഥ പോലെയാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ ആദ്യ പകുതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോയിട്ട് സംവിധായകനുണ്ടല്ലോ, ക്ലൈമാക്സിൽ എത്തുമ്പോൾ അത് കൊണ്ട് കലമുടച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. സിനിമയുടെ ഒരു 80% വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ട് അവസാനത്തെ ഒരു 20 മിനിറ്റ് നായകൻ ഒറ്റയ്ക്ക് എല്ലാം നേരിടുന്നു. അസാധ്യമായ കരുത്തുള്ള, എവിടെ നിന്നാണ് ഇവിടുത്തെ കരുത്ത്? സിനിമയുടെ ആ ഒരു സീരിയസ്നെസ് അതോടുകൂടി ഇല്ലാതായി പോവുകയാണ്. ആ ഒരു മൂഡ് ഇല്ലാതാക്കി. അതോടൊപ്പം തന്നെ നായിക നമ്മൾ വളരെ പ്രതീക്ഷയോടി മമിതയെ തമിഴിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അവിടെ പോയി വളരെ ഗംഭീരമായ ക്യാരക്ടർ ചെയ്തിട്ട് ഈ സിനിമയിൽ നായിക്കൊന്നും ചെയ്യാനില്ല.
മിക്ക രംഗങ്ങളും നായിക പിന്നെ നായകന്റെ അടുത്ത് നിന്ന് പേടിച്ച് കരയുന്ന ഒരു എന്താ ഒരു കരയാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു നായികയായിട്ട് അതിനെ ഒതുക്കി കളഞ്ഞു എന്നുള്ളതാണ്. തിരക്കഥയിൽ നായികക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അതോടൊപ്പം തന്നെ അച്ഛൻ അമ്മ മകൻ സെന്റിമെന്റ്സ്, പാസത്തിന്റെ ശരിക്കും പറഞ്ഞാൽ തമിഴന്മാർക്ക് ഈ പാസം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു ത്രില്ലർ സിനിമ ആയിട്ടാണ് ഇതിനെ കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ട് അതിന്റെ ലാഗ് അടുപ്പിച്ച് രണ്ടാം പകുതിയിൽ കൊണ്ടുവന്നിച്ച് ആ ബാങ്കിന്റെ ആ ഒരു കുറെ സാധനങ്ങളുണ്ടല്ലോ, ആ ഒരു ത്രില്ലർ എലമെന്റ് കൊണ്ടുവന്നിട്ട് ഇതിനിടയിൽ പാസം കൊണ്ടുവന്ന് കയറ്റി ഒരു സീരിയൽ ടൈപ്പാക്കി കളഞ്ഞു ഈ സിനിമയെ. ഒരു ത്രില്ലർ സിനിമയിൽ നായകൻ പിന്നെ നമുക്ക് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. പക്ഷെ അതോടൊപ്പം തന്നെ നായകൻ വിജയിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ വില്ലന്മാരായിട്ടുള്ള ബാങ്ക് മാനേജർ ആയിക്കോട്ടെ, പിന്നെ DSP ആയിക്കോട്ടെ, അവരൊക്കെ വില്ലൻ കഥാപാത്രമായിരിക്കുമ്പോൾ അവരോട് നമുക്കൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു പകയോ തോന്നണമെങ്കിൽ അവരുടെ ക്യാരക്ടർ വളരെ ഡെപ്ത് ആയിട്ടുള്ള സാധനമായിരിക്കണം. അത് ഇതിലില്ല. നായകന് മാത്രമേ പ്രാധാന്യമുള്ളൂ. പിന്നെ വില്ലന്മാർക്ക് അത്രയും ഡെപ്ത് ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്. ചുരുക്കത്തിൽ സാങ്കേതികമായി മികച്ചു നിൽക്കുന്നതും എന്നാൽ അഭിനേതാക്കളെ കൊണ്ട് സമ്പന്നമായിട്ട് ഉണ്ടെങ്കിലും തിരക്കഥയിൽ പുതുമയില്ലായ്മ, ക്ലൈമാക്സിൽ കൊണ്ട് കലമുടച്ചതും, അതോടൊപ്പം തന്നെ ധനുഷിന്റെ ഒരു നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു തവണ കാണാവുന്ന കണ്ടിരിക്കാവുന്ന ഒരു കൊമേഴ്ഷ്യൽ ത്രില്ലറായിട്ട് മാത്രം ഇത് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഒരു 5-ൽ 2.5 മാർക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു സാധാരണ സിനിമയായിട്ട് ഇതിനെ തരം താഴ്ത്തി കളഞ്ഞു. കാരണം ഇതിന്റെ കെട്ടുറപ്പില്ലാത്ത തിരക്കഥയാണ് അതിനുള്ള പ്രധാനമായ കാരണം. നായകന് ഒരു അവാർഡ് മേടിച്ചു കൊടുക്കാൻ അഭിനയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ കുറെ സാധനങ്ങളായിട്ട് ഇത് ചുരുങ്ങിപ്പോയി. അല്ലെങ്കിൽ പല പഴയ സിനിമകളുടെയും ആവർത്തന വിരസതയായിട്ട് മാത്രമാണ് ഈ സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. താങ്ക് യു.